ഹായ് അസ്സാം വലൈക്കും. എന്താക്കുന്നത്? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും ജാനാവളിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതെന്ത് നിങ്ങൾ ഈ തെങ്ങല്ല കാണിക്കുന്നത് വിചാരിക്കുന്നുണ്ടാവുമല്ലേ? അപ്പോൾ ഞാൻ തെങ്ങ് കാണിക്കുന്നില്ലെങ്കിലേ ഇത് ഞങ്ങളെ വളപ്പിൽ തന്നെ ഉണ്ടായ ഒരു തെങ്ങിലുണ്ടായ പൊണ്ടോ. ഇത് ഒരു 4-5-6 പൊണ്ടുണ്ടാഞ്ഞില്ല തന്നെ തെങ്ങിൽ തന്നെ ഒരേ തെങ്ങിൽ അത്ര നല്ല പൊണ്ടുണ്ടായി. മുമ്പ് ഞാൻ ഇതിൽ നിന്ന് എടുത്തിട്ടുണ്ട്, കുറേ പിടിച്ചിനാഞ്ഞി ഞങ്ങൾ തന്നെ നട്ടിട്ടുണ്ടാക്കിയ തെങ്ങിന്ന് ഞങ്ങൾ എടുത്തിട്ടുണ്ടാക്കുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പി. ഇപ്പോൾ പുറത്ത് നല്ല മേങ്ങണമെങ്കിൽ പണ്ടത്തിനെല്ലാം നല്ല റേറ്റ് ഉണ്ടല്ലേ. അപ്പോൾ ഞമ്മ എന്താക്കണം, ഞമ്മ തന്നെ നട്ടിട്ടുണ്ടാക്കിയിട്ട് ഞമ്മക്ക് തന്നെ ഉണ്ടാക്കുമ്പോൾ ഒരു അഭിമാനമല്ല ഞമ്മക്ക്. നമ്മളെ തെങ്ങിൽ പിടിച്ചിട്ട് ഞമ്മ നട്ടിട്ടുണ്ടാക്കിയിട്ട് ഞമ്മ തിന്നുമ്പോൾ ഞമ്മക്കതൊരു അഭിമാനം തന്നെ, സന്തോഷമല്ല എല്ലാം. അപ്പോൾ ഞമ്മ എന്ത് കൃഷിയായെങ്കിലും എല്ലാം പുരയിൽ തന്നെ നട്ടിട്ടുണ്ടാക്കുമ്പോൾ ഞമ്മക്കതൊരു സന്തോഷം തന്നെ. അങ്ങനെ ഞാൻ എന്താക്കി, ഇപ്പോൾ ഇതിൽ നിന്ന് 2 പൊണ്ട് എടുത്തിട്ട് വെച്ചിന്. ബാക്കി വേറൊരു രീതിയിലൊരു പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് കുടിക്കാമല്ലോ വെള്ളം. ഈ പൊണ്ടത്തിൻ്റെ വെള്ളം എല്ലാത്തിനും നമുക്ക് നല്ലതല്ലേ. ഇത് വൈകുന്നേരം പറിച്ചത്. അപ്പോൾ ഞാൻ എന്താക്കി, അപ്പം തന്നെ പുഡിങ് ഉണ്ടാക്കാമെന്ന്. മോള് നല്ല ഉത്സാഹം, എല്ലാം കൊടുന്ന് തരുന്നതും വെക്കുന്നതും എല്ലാം ഓള് ഭയങ്കര ഉത്സാഹം. പുഡിങ് ആക്കുന്നല്ലേ നെല്ലിയിട്ട് ഞാൻ കുറേ ദിവസമായി പുഡിങ് ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഈ തെങ്ങിൽ പൊണ്ടെല്ലാം ആയിട്ടായിട്ട് നമ്മൾ പിന്നെ കൊടുന്നിട്ട് ഉണ്ടാക്കുന്നത് വേണ്ട, ഇതിലത്തെ ആയതന്നെ നമ്മൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്ര ദിവസം നിന്നത്. അങ്ങനെ ഇപ്പോൾ ഇതിലിന്ന ഇപ്പോൾ തേങ്ങ പോലെ ആവാനായിനാഞ്ഞി. പിന്നെ കുറച്ച് കുറച്ചുണ്ടായത്, പിന്നെ കുറച്ച് തേങ്ങ പോലെ തന്നെ ആവാനും, പിന്നെ എല്ലാം ഞാൻ പറിച്ചതൊരു കൊണായി ഇപ്പോൾ. അങ്ങനെ ഇപ്പോൾ ഞാൻ 2 ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട് അതിലേക്ക് വേണ്ടിയിട്ട്. 2 ചൈന ഗ്രാസ് ഞാൻ കുറച്ച് വെള്ളത്തിൽ പോത്തിയിട്ട് വെക്കുന്നത്. ഒരു 5 മിനിറ്റ് പോയിരാൻ വെച്ചാൽ മതി. എന്നിട്ട് ഇപ്പോൾ ഇത് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവും. ഇപ്പോൾ എൻ്റെ രീതിയിൽ ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കുന്നത്. ഞാൻ ഇതേ പുഡിങ് തന്നെ ഇല്ല പിന്നൊരു രീതിയിലും ഉണ്ടാക്കുന്നത്. ഞാൻ ചൈന ഗ്രാസ് എടുത്തിട്ട് 5 മിനിറ്റ് പോയിരാൻ വേണ്ടിയിട്ട് വെച്ച്. ആ സമയത്തില്ലേ പിന്നെ ഒരു ചട്ടി എടുത്തിട്ട് അതിലേക്ക് ഞാൻ 1 പാക്കറ്റ് പാൽ ഒഴിച്ചിട്ട് കൊടുക്കുന്നില്ല. എത്ര വേണമെങ്കിൽ ഒഴിച്ചിട്ട് കൊടുക്കാം. ഞാൻ 1 പാക്കറ്റ് എടുത്തിട്ടുള്ളത്, 1 പാക്കറ്റിൻ്റെ അതിൽ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനെ ഞാൻ ചൂടാവാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ പഞ്ചാര കുറച്ച് ഇടുന്നത്, പിന്നെ മിൽക്ക് മെയ്ഡ് ഇടുന്നുള്ളത്. ആ സമയത്തില്ലേ ചൈന ഗ്രാസ് എല്ലാം പോന്നിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ ഗ്യാസിൽ വെച്ചിട്ട് നല്ല പോലെ മിക്സ് ആക്കിയിട്ട് എടുക്കണോ. ഇതിലേക്ക് ഞാൻ എന്താക്കിയെന്നറിയോ, ഈ വെള്ളമല്ലാതെ ഇല്ലേ കുറച്ച് ഞാൻ ഈ പൊണ്ടത്തിൻ്റെ വെള്ളവും ഇതിലേക്ക് ഒഴിച്ചിട്ട് കൊടുത്തിന്. പിന്നെ കുറച്ച് പഞ്ചാര ഇട്ടിട്ട് കൊടുക്കണോ. അതെല്ലാം ഇട്ടിട്ട് നല്ല പോലെ മിക്സ് ആക്കിയിട്ട് എടുക്കണോ. കട്ടാത്ത നല്ല കയ്യിലിട്ടിട്ട് മിക്സ് ആയിക്കൊണ്ടിരിക്കണം, ചെറിയ തീയിൽ വെക്കണോ. ഇപ്പോൾ ആ സമയത്തില്ലേ നമുക്ക് ഇവിടെ പാലെല്ലാം ചൂടായിക്കൊണ്ട് വരുന്നുണ്ട്. ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചിട്ട് കൊടുക്കാം. ഞാൻ പഞ്ചാര ഇടുന്ന മിൽക്ക് മെയ്ഡും ഒഴിക്കുന്നുണ്ട്. ഇപ്പോൾ മിൽക്ക് മെയ്ഡ് ഞാൻ കുറച്ച് ഇടുന്നുള്ളത്, വേണമെങ്കിൽ പഞ്ചാര ഇടുന്നില്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് കൂടുതൽ ഇട്ടെങ്കിൽ മതി. ഞാനിപ്പോൾ മിൽക്ക് മെയ്ഡ് ഇടുന്നുള്ളത്. മിൽക്ക് മെയ്ഡും ഒഴിച്ചിട്ട് കൊടുത്ത് പിന്നെ കുറച്ച് പഞ്ചാര ഇടുന്നുണ്ട്. ആ സമയത്ത് നമുക്ക് ഇവിടെ ചൈന ഗ്രാസ് എന്തായി നോക്കാം. ഇപ്പോൾ ചൈന ഗ്രാസ് നല്ലപോലെ എല്ലാം മെൽറ്റായിട്ട് വന്നിട്ടുണ്ട്, കട്ടൊന്നും ഇല്ലാതെ എല്ലാം കലങ്ങിയിട്ട് വന്നിന്. ഇനി തീ ഓഫാക്കിയിട്ട് കൊടുക്കാം. ഇനി ഇത് ഒരു അരിപ്പ വെച്ചിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഒഴിച്ചിട്ട് കൊടുക്കാം. നമുക്കിത് ഫ്രിഡ്ജിലെടുത്തിട്ട് വെക്കാനുള്ളത്. ഇപ്പോൾ ഇത് തണിഞ്ഞിട്ടാകുമ്പോൾ ഫ്രിഡ്ജിലെടുത്തിട്ട് വെക്കണം. ഇപ്പോൾ 2 മണിക്കൂറെല്ലാം ഫ്രിഡ്ജിലെടുത്തിട്ട് വെച്ചിട്ട് നമുക്ക് നല്ല കട്ടായിട്ടായിട്ട് മുറിച്ചിട്ട് ഇതിലേക്ക് ഇടാനുള്ളത്. അത് ഇനി പൊണ്ടത്തിനെല്ലാം നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചിട്ടെടുക്കാം. ഈ പൊണ്ടത്തിലേക്ക് ഞാൻ പാല് വേണ്ടിയവർ പാലും വീത്തിയിട്ട്, ഇപ്പം ഞാൻ പിന്നൊരു രീതിയിലാക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ലേ, അത് ഇതിലേക്ക് പാലെല്ലാം ഒഴിച്ചിട്ട് കൊടുത്തിട്ട് ഇങ്ങനെ പിന്നെ ചൂടാക്കാതെ തന്നെ പാൽ ഒഴിച്ചിട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ചൈന ഗ്രാസിന് ഇടുന്നതാണ് പിന്നെ ഒരു രീതിയിൽ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഞാൻ എന്താക്കിന് മിക്സിൻ്റെ ജാറിലേക്ക് പിന്നെ കുറച്ച് പൊണ്ടത്തിൻ്റെ വെള്ളം ഒഴിച്ചിട്ടായിട്ട് മിക്സിയിൽ അരച്ചിട്ടെടുക്കുന്നുണ്ട്. ഈ അരച്ചാണ് ഞാൻ പാലിലേക്ക് ഒഴിച്ചിട്ട് കൊടുക്കുന്നത്. ചൂടാക്കിയ പാലിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് ചൂടാക്കിയിട്ട് എടുക്കുന്നത്. അങ്ങനെ ആ രീതിയിലാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഇതിനെല്ലാം മിക്സിയിൽ അടിച്ചിട്ടെടുത്തിട്ടായിട്ട് ചൂടായ പാലിലേക്ക് ഒഴിച്ചിട്ട് കൊടുത്ത്. ഇത് നല്ല തിളക്കണോ ലീറ്റൊന്നുമില്ല, തിളക്കാതെ നമുക്ക് മിക്സ് ആക്കിയിട്ട് എടുത്തെങ്കിൽ മതി. മിക്സ് ആക്കിയിട്ടായിട്ട് നമുക്ക് ഇതിനെ കീച്ചിട്ടെടുക്കാം. ഇപ്പം ഞാൻ ഇതിലേക്ക് മിൽക്ക് മെയ്ഡെല്ലാം ഇട്ടിട്ടുണ്ടായത്, അതുകൊണ്ടില്ലേ മധുരം ഒന്നും തേഞ്ഞിട്ടുണ്ടായിട്ടാ. ഇതിലേക്ക് ആദ്യമില്ല ഞാൻ പഞ്ചാര ഇട്ടിട്ട് കൊടുത്തു. ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും മധുരം ഇഷ്ടം, അങ്ങനെ ഞാൻ പഞ്ചാര ഇട്ടിട്ട് കൊടുത്തത്.
ഇപ്പം നിങ്ങൾക്ക് എത്ര പഞ്ചാര വേണോ അത്ര ഇട്ടിട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ല പാങ്ങല ചൂടായിട്ട് വന്നിന് ഇനി നമുക്ക് ഇതിനെ കീച്ചിട്ട് വെക്കാം. കീച്ചിട്ട് ഇതിനകത്ത് ഇതെല്ലാം തണിഞ്ഞിട്ടായിട്ടില്ലേ ഒരു ഇങ്ങനത്തെ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് കൊടുക്കാം. തണിഞ്ഞിട്ടായിട്ട് ഇന്നെ ഒഴിച്ച് കൊടുക്കണം. തണിഞ്ഞിട്ടായിട്ട് ഇന്നെ ഒഴിച്ച് കൊടുക്കണം. ഇല്ലെങ്കിൽ ഇങ്ങനത്തെ പ്ലാസ്റ്റിക് പാത്രമായെന്ന് കൊണ്ട് പറയുന്നത്. ഈ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാകുമ്പോൾ നമുക്ക് ഉരിപ്പോവും. അതുകൊണ്ട് തണിഞ്ഞിട്ടാകുമ്പോൾ തന്നെ ഒഴിച്ചിട്ട് കൊടുക്കണമെന്ന് പറയുന്നത്. മറ്റേ സ്റ്റീലിൻ്റെ പാത്രമെങ്കിൽ പിന്നെ തണിയണല്ലിട്ടില്ല നമുക്ക് ഒഴിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇത് ഫ്രിഡ്ജിൽ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലേ ചൈന ഗ്രാസ്, അതെല്ലാം സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് മുറിച്ചിട്ടെടുക്കണം. നമുക്ക് വലിയ കഷ്ണാകുമ്പോൾ ഇല്ല തിന്നുമ്പോൾ എല്ലാം ബുദ്ധിമുട്ടാവും. അങ്ങനെ ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് മുറിച്ചിട്ടെടുക്കുക. എല്ലാം ഞാൻ മുറിച്ചിട്ടെടുത്തിന്. ഇനി ഇതിലേക്ക് ഞാൻ എല്ലാം ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം മോളെന്താക്കിന് ബിയ്യം പോയിട്ടില്ലേ ബദാമെല്ലാം എടുത്തോണ്ട് പോയിട്ട് ഡെക്കറേഷന് വേണ്ടിയിട്ട് എല്ലാം പൊടിയാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇതിനെല്ലാം വലിയ ഉത്സാഹമൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിന്. അപ്പോൾ പിസ്താനെല്ലാം പൊടിച്ചിട്ട് കൊടുത്തിട്ട് ഓളെല്ലാം ഇട്ടിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓളെന്നെ ഡെക്കറേഷൻ ആക്കിയിട്ടെല്ലാം എടുത്തിനത്. അപ്പോൾ ആ പണിയൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടാ. അതെല്ലാം എടുത്ത് പിന്നെ അതിനെല്ലാം തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ തണുക്കാൻ വേണ്ടിയിട്ട് വെച്ചിന്. അപ്പോൾ തണുത്തത്ര നല്ലത്, ഭയങ്കര ടേസ്റ്റാണ്. ഒരു കട്ടിയായിട്ട് എന്തോ ഒരു പങ്ക്. ഇത് പാലും പൊണ്ടോ തന്നെയല്ലേ. പിന്നെ ബദാം ഇതെല്ലാം ഇട്ടിട്ടാകുമ്പോൾ നല്ല കടിക്കാനെല്ലാം കിട്ടുന്നത്. നല്ല വാങ്ങണ്ടായി ഇത്. ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കണം. വാ നല്ല ഉണ്ട് ഇത്. അപ്പോൾ മോളിന്നെ ഫസ്റ്റ് എടുത്തിട്ട് കുടിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കിയിട്ട് എന്നെ കണ്ടേ. കാസർഗോട്ടാറല്ല സ്പെഷ്യൽ അപ്പം ഇതെല്ലാം ഞാൻ ഇടാവാ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ബായ്, അസ്സലാമു അലൈക്കും.